അപ്പോൾ ഏതാണ് ഇന്ന് തിളങ്ങി നിൽക്കുന്ന തദ്ദേശ സ്ഥാപനം എന്ന് അറിയണ്ടേ? കാർഷിക മേഖലയിലെ സമഗ്ര വികസനത്തിന് പരിഗണന നൽകി വിജയം കണ്ട തദ്ദേശ സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത്. 200 ഹെക്ടറിൽ പരന്നുകിടക്കുന്ന നെൽകൃഷി ജനകീയമാക്കാൻ കർഷകരുടെ മനസ്സറിഞ്ഞ് പദ്ധതികൾ രൂപീകരിച്ച് അവർക്കൊപ്പം നിന്നു LDF നേതൃത്വത്തിലുള്ള ഭരണസമിതി. നെല്ലറയായ പാലക്കാട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന മലപ്പുറത്തെ പുലാമന്തോൾ പഞ്ചായത്തിന് എക്കാലവും യഥേഷ്ടം വെള്ളം നൽകാൻ തൂതപ്പുഴയുണ്ട്. ഞാറുനടിയിൽ കഴിഞ്ഞ് മകരത്തിൽ കൊയ്യാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കർഷകർ. എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞാൽ നോന്ന് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യം അപ്പടി അവർ ശരിയാക്കി തരാറുണ്ട്. നെൽകൃഷി ലാഭകരമല്ല. ലാഭകരം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ 1200 രൂപയാണ് ഒരാളുടെ കൂലിച്ചെലവ്. നമുക്ക് നഷ്ടമല്ലാതെ മുന്നോട്ട് പോകുന്നു മാത്രമേ പറയാൻ കഴിയുള്ളൂ. 4 വർഷത്തിനിടെ കർഷക സൗഹൃദ പദ്ധതികൾക്കായി 4,85,00,000 രൂപയാണ് പഞ്ചായത്ത് ചെലവഴിച്ചത്. പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ ഉണ്ടായ നേട്ടം കർഷകർ തന്നെ പറയും. പുഴയിൽ നിന്നുള്ള ഇറിഗേഷന് ഉള്ള വെള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു. ഇപ്പോൾ പുതിയൊരു മോട്ടോർ പാസ്സായിട്ടുണ്ട്. ഒരു 10-15 HP ഒരു മോട്ടോർ ഏതാനും അടുത്ത ദിവസങ്ങളിൽ ടെൻഡർ കഴിഞ്ഞു, നടപടികളുണ്ട്. കൂലിച്ചെലവ് സബ്സിഡി തരുന്നുണ്ട്. അതേമാതിരി പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സമയാസമയങ്ങളിൽ ഞങ്ങളെ പ്രതിനിധിക്ക് ഒരു പരിധിവരെ ഇടപെടുന്നുണ്ട്. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ 54 ലക്ഷം രൂപ കേരഗ്രാമം പദ്ധതിയിലൂടെ കർഷകർക്ക് നൽകാനായതും നേട്ടമായി. സബ്സിഡിയും കാലിത്തീറ്റയും മരുന്നും പഞ്ചായത്ത് നൽകിയതോടെ 200ഓളം ക്ഷീര കർഷകർക്കും അത് കൈത്താങ്ങായി. എല്ലാ തരത്തിലും കാർഷിക മേഖലയെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നുള്ള കഴിഞ്ഞ ഭരണസമിതി അത് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്നും നമ്മൾ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുപോലെ ചെറിയ കുട്ടികൾ, സ്ത്രീകൾ എല്ലാം പുതിയതായി കർഷകരായി വരുന്നുണ്ട്. അവർക്കെല്ലാം നമ്മൾ ചിങ്ങം 1 കർഷക ദിനത്തിൽ അവരെ ആദരിച്ചും കൊണ്ടുള്ള പരിപാടികൾ കൂടി നടത്താറുണ്ട്. കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കർഷക സൗഹൃദമായ പദ്ധതികൾ തയ്യാറാക്കി ഇനിയും മുന്നോട്ടു പോകാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനം. ന്യൂസ് മലയാളം, മലപ്പുറം.